ദൈവത്തെ കണ്ടെത്തിയ ഓരോ ദൈവമക്കളും അവരുടെ ജീവിതത്തിൽ ദൈവശക്തിയെ അനുഭവിച്ച് അറിയണം. എഫെസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യമാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നത്. വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. പൗലോസ്ലീഹ എഫെസോസിലെ സഭയോട് പറയുകയാണ്, വിശ്വസിക്കുന്ന നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. പൗലോസ് പ്രാർത്ഥിക്കുന്നത് നമുക്ക് കാർ ലഭിക്കാനല്ല, വീട് ലഭിക്കാനല്ല, സമ്പത്ത് ലഭിക്കാനല്ല, മറിച്ച് ദൈവത്തിൽ വിശ്വസിക്കുന്ന നിന്റെ മേൽ വ്യാപരിക്കുന്ന അളക്കുവാൻ കഴിയാത്ത ശക്തി എന്താണെന്ന് നീ തിരിച്ചറിയണം. സ്തോത്രം. നമ്മൾ യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷാ കാലയളവില് സ്തോത്രം യേശുക്രിസ്തു ശുശ്രൂഷ ചെയ്തു പോകുമ്പോൾ ഒരു സ്ത്രീ യേശുവിനെ കുറിച്ചുള്ള വർത്തമാനം കേട്ടു. അവൾ ആദ്യമായിട്ട് യേശുവിനെ കേൾക്കുകയാണ്. കേട്ടത് യേശുവിൽ വിശ്വസിക്കത്തക്ക വാക്കുകളായിരുന്നു. അവൾ തങ്ങളുടെ വീട് വിട്ട്, അവളെ തടുത്തു നിർത്തിയ നിയമങ്ങളെ വിട്ട് അവൾ യേശുവിൻ്റെ പുറകെ ഇറങ്ങിത്തിരിച്ചു. അവൾ ജനസമൂഹത്തിന്റെ നടുവിലൂടെ സ്തോത്രം അവരെയെല്ലാം തള്ളി മാറ്റിക്കൊണ്ട് മുന്നോട്ട് കുതിക്കുകയാണ്. അവിടെ മനസ്സ് പറയുകയാണ്, അവന്റെ വസ്ത്രമെങ്കിലും ഒന്ന് തൊട്ടാൽ ഞാൻ സൗഖ്യം പ്രാപിക്കും. വിശ്വാസത്തോടെ അവൾ യേശുവിൻ്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ തൊട്ടപ്പോൾ അവളുടെ ശരീരത്തിൽ വ്യാപരിച്ച രോഗമേതോ ആ രോഗത്തെ ദൈവശക്തി തൊട്ടു. യേശു തിരിഞ്ഞു നോക്കി ചോദിക്കുകയാണ്, ആരാണ് എന്നെ തൊട്ടത്? അനുഭവിച്ചവളും ശക്തി പുറപ്പെടുവിച്ചവനും മാത്രമേ അതറിഞ്ഞുള്ളൂ. അടുത്തു നിന്നവർ അറിഞ്ഞില്ല, അപ്പം കഴിക്കാൻ വന്നവർ അറിഞ്ഞില്ല. പക്ഷേ വിശ്വാസത്തോടെ തൊട്ടവളും ശക്തി പകർന്നവനും അത് അറിഞ്ഞു. നിങ്ങളോട് ദൈവത്തിന് സംസാരിക്കാനുള്ള ഒരു ദൂത്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ദൈവശക്തിയെ തിരിച്ചറിയണം. ഞാനും പ്രാർത്ഥിക്കുക, വിശ്വസിക്കുന്ന നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്ന ആ ശക്തിയുടെ അളവറ്റ വലിപ്പം നിങ്ങൾ തിരിച്ചറിയേണ്ടതിന് ഞാനും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. കണ്ണുകളെ അടയ്ക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗസ്ഥനായ പിതാവേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവരുടെ മേൽ അമ്മ വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളക്കുവാൻ കഴിയാത്ത വലിപ്പം അവരെന്ന് തിരിച്ചറിയാൻ അവർക്ക് കൃപ ചെയ്യണം. അവരെ നിന്റെ നാമം ചൊല്ലി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. നിശ്ചയമായും ആ ദൈവശക്തിയെ നിങ്ങൾ തിരിച്ചറിയണം. നിങ്ങൾക്കത് അനുഗ്രഹമായിരിക്കും. ഗോഡ് ബ്ലസ് യു.